പയ്യന്നൂർ രാമന്തളിയിലെ മികച്ച പാചകക്കാരൻ. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ സൗഹൃദ ബന്ധങ്ങളും. വീട്ടിൽ മാത്രമല്ല നാട്ടിലും വളരെ സൗമ്യനും ശാന്ത സ്വഭാവക്കാരനുമായ കലാധരൻ നാട്ടുകാർക്കെല്ലാം ഏറെ പ്രിയങ്കരനായിരുന്നു. എന്നാൽ കലാധരന് ലഭിച്ച ദാമ്പത്യം മാത്രം നല്ലതായിരുന്നില്ല. വിവാഹശേഷം സമാധാനമെന്തെന്നറിയാത്ത ജീവിതമായിരുന്നു ആ ചെറുപ്പക്കാരന്. ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകളും കുടുംബകലഹവും മനസമാധാനം തകർത്തപ്പോൾ 2 മക്കളെയും അത് ബാധിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വേദനയോടെ വിവാഹമോചനത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി വേർപിരിഞ്ഞ് ജീവിച്ചു വരികയായിരുന്നു കലാധരനും ഭാര്യ നയൻതാരയും. വിവാഹമോചന കേസ് കുടുംബ കോടതിയിൽ നടന്നുവരവെ ആഴ്ചയിൽ 5 ദിവസം മക്കൾ അമ്മയ്ക്കൊപ്പവും അവധി ദിവസങ്ങളിൽ അച്ഛനൊപ്പവുമായിരുന്നു കഴിഞ്ഞിരുന്നത്. അച്ഛനരികിലേക്ക് വന്നാൽ കുട്ടികൾക്ക് തിരിച്ചു പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പലപ്പോഴും അമ്മയ്ക്കൊപ്പം പോയാൽ പോലും മക്കൾ അച്ഛനരികിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു. ഇതോടെയാണ് സ്കൂൾ അവധിക്കാലം കൂടി വരുന്നത് കണക്കാക്കി അച്ഛനരികിലായിരുന്ന മക്കളെ വിട്ടുകിട്ടുന്നതിനായി ഭാര്യ നിരന്തരം കലാധരനെ വിളിച്ചിരുന്നത്. എന്നാൽ മക്കൾ പോകാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ നാളെ മക്കളെ പോലീസിനരികിൽ ഹാജരാക്കണമെന്ന് അറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് കൂട്ട ആത്മഹത്യയും നടന്നത്. കലാധരനെതിരെ പോക്സോ കേസ് അടക്കം നൽകിയായിരുന്നു ഭാര്യ മക്കളെ വിട്ടുകിട്ടുവാൻ ശ്രമം നടത്തിയത്. ഓട്ടോ ഡ്രൈവറായ കലാധരന്റെ അച്ഛന്റെ ഫോണിലേക്കാണ് പോലീസ് മക്കളെ ഇന്ന് ചൊവ്വാഴ്ച പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് അറിയിച്ചത്. ഇക്കാര്യം ഉണ്ണികൃഷ്ണൻ മകനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ശേഷം ഉണ്ണികൃഷ്ണൻ ജോലി കഴിഞ്ഞ് രാത്രി 9 മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് വീട് അകത്തുനിന്നും പൂട്ടിയ നിലയിൽ കണ്ടത്. പലതവണ വിളിച്ചിട്ടും പ്രതികരണമില്ലാതിരുന്നതിനെ തുടർന്ന് സിറ്റൗട്ടിൽ പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും ഒരു ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചു. അദ്ദേഹം ഉടൻ തന്നെ ഈ കത്ത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി വീടിന്റെ വാതിൽ തകർത്താണ് ഉള്ളിൽ പ്രവേശിച്ചത്. അപ്പോഴാണ് കലാധരനും അമ്മ ഉഷയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ തറയിൽ കിടക്കുന്ന നിലയിലും കണ്ടത്. കുട്ടികൾക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം മുതിർന്നവർ ജീവനൊടുക്കിയതാകാമെന്നാണ് കരുതുന്നത്. മക്കളെ അമ്മയ്ക്കൊപ്പം വിടണമെന്ന കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദാരുണമായ കൂട്ടമരണം സംഭവിച്ചത് എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം കലാധരന്റെ ബന്ധുക്കൾ നയൻതാരയ്ക്കും വീട്ടുകാർക്കുമെതിരെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത് വീടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ഈ കൂട്ടമരണം നടന്നത്. ദുരന്തമറിഞ്ഞ് കണ്ണീർ വാർക്കുകയാണ് ബന്ധുക്കളായ സ്ത്രീകൾ. കുട്ടികളുടെ കളിച്ചിരികൾ കൺമുൻപിൽ നിന്നും മായുന്നില്ല എന്ന് ഇവർ പറയുന്നു. കുട്ടികൾക്ക് പാലിൽ വിഷം നൽകി കൊടുക്കുകയായിരുന്നു കലാധരനും അമ്മയും. മേശമേൽ മദ്യക്കുപ്പികളും കീടനാശിനിയുമടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.